ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ലെനോവോയുടെ തിങ്ക്പാഡ് L15 Gen 3 ലാപ്ടോപ്പാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് ലെനോവോയുടെ തിങ്ക്പാഡ് L15 Gen 3 ലാപ്ടോപ്പ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. തിങ്ക്പാഡ് L15 Gen 3 നമുക്ക് കട്ട് ചെയ്യാം. Gen 3 സീരീസ് അത്ര എക്കോ ഫ്രണ്ട്ലി അല്ല. പ്ലാസ്റ്റിക് ആണ് ഇതിൽ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഐറ്റം. പിന്നെന്താ ഇതിൻ്റെ അകത്ത് വരുന്നത്? ഗ്ലൈൻസ് ബൈ മെറൈൻ മെട്രിക്സ്. എന്താണ് പ്രൈവസി കണ്ടത്? ബുക്ക്ലെറ്റ് ആണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് ലെനോവോയുടെ തിങ്ക്പാഡ് L സീരീസ് 14-ഉം 15-ഉം Gen 3 14-ഉം 15-ഉം ഒരേ ബുക്ക്ലെറ്റ് ആണ് വരുന്നത്. ഇത്രയൊക്കെയുള്ളൂ. പിന്നെ വരുന്നത് ചാർജിങ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇതിലൊരു ചാർജർ വരുന്നത് ടൈപ്പ് സി ചാർജർ ആണ്. 65 വാട്ട്സ് വരുന്നത്. അതിൻ്റെ ഒരു പവർ ബോർഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ ബോക്സിലൊന്നുമില്ല, കാലിയാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ലെനോവോയുടെ L15 ജനറേഷൻ 3 ലാപ്ടോപ്പ്. കുറച്ച് അല്പം തിക്കർ ലാപ്ടോപ്പാണ്, അല്പം വെയിറ്റും ഉണ്ട്. ഇതിൽ ബിൽറ്റ് ഇൻ വിൻഡോസ് ഉണ്ട്, സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റിമൂവബിൾ ബാറ്ററി അല്ല, ബിൽറ്റ് ഇൻ ബാറ്ററിയാണ്. ഓക്കെ, നമ്മളപ്പോൾ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ലാൻഡ് പോർട്ട് ഉണ്ട്, ടൈപ്പ് സി ഇൻ ഉണ്ട്, ടൈപ്പ് സി ഔട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്, ഒരു USB ഉണ്ട്, USB A ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്, USB പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു സെക്യൂരിറ്റി ലോക്ക്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കീബോർഡ് ഇംഗ്ലീഷ് കീബോർഡാണ്, ഇംഗ്ലീഷ് UK കീബോർഡാണ്. സൈഡിലായിട്ട് നമ്പർ പാഡ് വരുന്നുണ്ട്, പിന്നെ ടച്ച് പോയിൻ്റ് വരുന്നുണ്ട്, ട്രാക്ക് പാഡ്, 3 ബട്ടൺസ് ഉള്ള ടച്ച് പാഡാണ് വരുന്നത്. 12th ജനറേഷൻ Core i7 പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് പവർ ബട്ടണിൽ തന്നെയുണ്ട്. നമുക്കിപ്പോൾ ഇത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചാർജർ ഫസ്റ്റ് കണക്ട് ചെയ്തേക്കാം. ചിലപ്പോൾ പുതിയ ബാറ്ററി ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഇതിൽ ചാർജ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, കണക്ട് ചെയ്തു. ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. പവർ ഓൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫീച്ചറിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇതിൽ 2 വേരിയൻ്റാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. Core i7-ഉം Core i5-ഉം. വിൻഡോസ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് Windows 11 Pro ആണ് വരുന്നത്. Windows 10 Pro ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ 15.6 FHD IPS ആൻറ്റി ഗ്ലെയർ LCD സ്ക്രീനാണ് വരുന്നത്. ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് PCI SSD Gen 4 ടൈപ്പ് ആണ്. 1 TB ആണ് ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി. മാക്സിമം മെമ്മറി എന്ന് പറയുന്നത് 64 GB ആണ്. ഇതിന് 2 RAM സ്ലോട്ടാണ് വരുന്നത്. DDR4 3200 MHz വർക്ക് ചെയ്യുന്ന RAM ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓഡിയോ എന്ന് പറയുന്നത് ഡ്യുവൽ സ്പീക്കറാണ്, ഡ്യുവൽ മൈക്കാണ്, ഡോൾബി സിസ്റ്റം ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലാപ്ടോപ്പിൽ വരുന്നത് 3 സെൽ ബാറ്ററിയാണ്. 42 Wh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഏകദേശം 8 ഹവേഴ്സോളം നോർമൽ വർക്കിന് കിട്ടും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ചാർജർ 65 വാട്ട്സ് ആണ്. 1 അവർ ഇത് ചാർജ് ചെയ്താൽ ഏകദേശം 80%ഓളം ചാർജ് കയറും. ക്യാമറ എന്ന് പറയുന്നത് 1000p FHD ഇൻഫ്രാറെഡ് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണക്ടിവിറ്റി എന്ന് പറയുന്നത് 1 GB ഈതർനെറ്റ് പോർട്ടും 5.1 ബ്ലൂടൂത്തും Wi-Fi 6E സപ്പോർട്ട് ചെയ്യുന്ന വയർലെസ് കാർഡുമാണ് ഇതിലുള്ളത്. ഫിംഗർ പ്രിൻ്റ് ഇതിൻ്റെ പവർ ബട്ടണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 2 കിലോത്തോളമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫാസ്റ്റായിട്ട് ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.